Hi all, this is Meera. Welcome back to High School Maths. ഇന്നത്തെ വീഡിയോയിൽ PSC വിമൻ സിവിൽ എക്സൈസ് ഓഫീസർ പ്രീവിയസ് ഇയർ മാത്സ് മെന്റബിലിറ്റി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് 2019 ജൂലൈ 27 നടന്ന എക്സാമിനുള്ളതാണ്. അപ്പോൾ കൂടുതൽ PSC മാത്സ് മെന്റബിലിറ്റി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനായി സിലബസ് വൈസ് ക്ലാസ്സസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ പ്രസ് ചെയ്താൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Find 10 plus 2 into 5 minus 6 divided by 2. Options option A 28, option B 70, option C 7, option D 12. ഇവിടെ നമുക്കറിയാം ബോഡ്മാസ് റൂളാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് ബ്രാക്കറ്റോ ഓർഡർ ഒന്നും വരുന്നില്ല, നമുക്ക് വരുന്നത് ഓപ്പറേഷൻസ് ആണ്. അപ്പോൾ ഓപ്പറേഷൻസിന് പ്രയോറിറ്റി എന്താണ്? ഫസ്റ്റ് ഡിവിഷൻ, ദെൻ മൾട്ടിപ്ലിക്കേഷൻ, ദെൻ അഡീഷൻ, ലാസ്റ്റ് സബ്ട്രാക്ഷൻ. അപ്പോൾ ഈ ഓർഡറിൽ അങ്ങ് ചെയ്താൽ മതി. ഇത് ഈസി ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? ഡിവിഷൻ ആണ്. ഇവിടെയുള്ള എന്താണ്? 6/2. 6/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്ത് വരും? 3 വരും. അപ്പോൾ ഡിവിഷൻ പെർഫോം ചെയ്തു. നെക്സ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 5 × 2 10 വന്നു. അപ്പോൾ 10 + 10 - 3 വന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് അഡീഷൻ ആണ്. 10 + 10 20 വന്നു. 20 - 3 70. 17 ആണ് ആൻസർ, ഓപ്ഷൻ ബി. സെക്കൻഡ് ക്വസ്റ്റ്യൻ. Which of the following is equivalent to 0.03? Option A 3/100, option B 3/10, option C 3/1000, option D 100/3. ഇവിടെ നമ്മൾ ചെയ്യുന്ന 0.03 ഇക്വലന്റ്. ഇതൊരു ഡെസിമൽ നമ്പർ ആണ്. നമുക്ക് ഓപ്ഷനിൽ തന്നിരിക്കുന്ന എല്ലാം തന്നെ റാഷണൽ നമ്പർ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട എന്താണ്? ഇതിൽ നിന്ന് നമ്പർ എന്താണ്? ഇവിടെ 3 ആണ്. ഇതിൽ നിന്ന് നമ്പർ ആദ്യം എഴുതി. ഇനി നമുക്ക് വേണ്ടത് ഡിനോമിനേറ്റർ ആണ്. ഇവിടെ നമ്മൾ നോക്കുന്ന പോയിന്റിന് ശേഷം റൈറ്റ് ഹാൻഡ് സൈഡിൽ എത്ര പ്ലേസ് ഉണ്ടെന്നാണ്. ഇവിടെ 1, 2 പ്ലേസ് മാറ്റിയാണ്, അത്രയും സ്ഥാനം മാറ്റിയാണ് പോയിന്റ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2 സ്ഥാനം ആയതുകൊണ്ട് 2 സീറോസ് വേണം. അപ്പോൾ 3/100 കിട്ടി. അപ്പോൾ 3/100 ആണ് ഇവിടെ 0.03ക്ക് ഇക്വലന്റ് ആയിട്ടുള്ളത്. ഇനി ഓപ്ഷൻ ബി നോക്കിയേ, 3/10. ഇതിന്റെ ആൻസർ എന്ത് വരുമായിരുന്നു? 3 എഴുതി 1 പോയിന്റ് കിട്ടും, കാരണം 1 സീറോ എഴുതാതെ. ഇനി ഓപ്ഷൻ സിയുടെ ആൻസർ 003, അതായത് 0.003, കാരണം 0 കഴിഞ്ഞിട്ട് പോയിന്റ് കഴിഞ്ഞിട്ട് 3 പ്ലേസ് മാറ്റിയാണ് പോയിന്റ് ഇടേണ്ടത്. കാരണം ഇവിടെ ഡിനോമിനേറ്ററിൽ 1000 ആണ്, അതിന് 3 സീറോസ് ആണ് ഉള്ളത്. ഇനി ഓപ്ഷൻ ഡി നോക്കിയാൽ 100/3. 100/3 എന്ന് പറഞ്ഞാൽ 100നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 33.33 എന്ന് പറഞ്ഞാൽ കൊണ്ടിരിക്കും. ഇതാണ് ആൻസർ വരിക. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ എ ആണ്, 3/100. തേർഡ് വൺ നോക്കാം. If 4:5 is equal to x is to 20, then the value of x is option A 1, option B 20, option C 80, option D 60. അപ്പോൾ ഇങ്ങനെ 4:5 is equal to x is to 20 ഇങ്ങനെ ഒരു ഇക്വേഷൻ വന്നു കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്ന എന്താണ്? ഇങ്ങനത്തെ ഈ ഒരു ഇക്വേഷനിൽ ഈ എക്സ്ട്രീം നമ്പേഴ്സ് തമ്മിലെ മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഈ 5 × x ഈക്വൽ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇങ്ങനെ ഒരു ഇക്വേഷനിൽ നിന്ന് എക്സിന്റെ വാല്യൂ കാണാൻ പറഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് 4 × 20 ഡിവൈഡഡ് ബൈ 5 ചെയ്യാം. ഇതാണ് എക്സിന്റെ വാല്യൂ. ഇവിടെ 5 × 4 20 വന്നു, 4 × 4 16 വന്നു. 16 ആണ് ആൻസർ, ഓപ്ഷൻ ഡി. ഇനി ഇതെങ്ങനെ വന്നെന്നും കൂടി പറയാം. A:B എന്ന് പറഞ്ഞാൽ A/B ഫോം ആണെന്ന് നമുക്കറിയാം, അതിനോട് ഈക്വൽ ആണ് നമുക്കറിയാം. 4:5 എന്ന് പറഞ്ഞാൽ 4/5 ഇസ് ഈക്വൽ ടു x:20 എന്ന് പറഞ്ഞാൽ x/20 ആണ്. അപ്പോൾ ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോഴാണ് നമുക്കിത് ഫോം ചെയ്യുക. അതായത് 4 × 20 എന്ന് വരും ഇസ് ഈക്വൽ ടു 5 × x. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്താണ്? ഈ എക്സിന്റെ വാല്യൂ കാണാൻ വേണ്ടി 5നെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഡിവൈഡഡ് ബൈ 5 ചെയ്താൽ മതി. അപ്പോൾ ഇവിടുന്ന് ഒറ്റ സ്റ്റെപ്പിൽ തന്നെ നമുക്ക് ആൻസർ കണ്ടെത്താം. ഇവിടുത്തെ ആൻസർ 16 ആണ്, ഓപ്ഷൻ ഡി. ഫിഫ്ത്ത് വൺ. If 20% of a number is 80, find 30% of that number. Option A 160, option B 240, option C 120, option D 60. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 20%, ഒരു നമ്പറിന് 20% എന്ന് പറയുന്നത് 80 ആണ് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ നമ്പറിന് 30% കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 20% 80 ആണെങ്കിൽ 1% എത്രയായിരിക്കും? 80/20 ആയിരിക്കും. 20% 80 ആണെങ്കിൽ 1% എന്ന് പറയുന്നത് 80/20 ആയിരിക്കും. 1% 80/20 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ 30% കാണാൻ വേണ്ടി 80/20 × 30 ചെയ്യുക. 0 യും 0 യും ക്യാൻസലായി. ഇവിടെ 4 × 2 ആണ് 8. ഇനി 30 × 40, 4 × 3 12 അതിൻ്റെ കൂടെ 0 ഇവിടെ വന്നു, 120. ഓപ്ഷൻ സി ആണ് ആൻസർ. അല്ലെങ്കിൽ തന്നെ അറിയാം 20% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 80. അങ്ങനെയാണ് 10% അതിൻ്റെ നേരെ പകുതി 40 ആയിരിക്കും. അപ്പോൾ 10% 40, 20% വരുമ്പോൾ എന്ന് പറയുന്നത് 40 + 40 80 വന്നു. 30% ചോദിച്ചിരിക്കുക. ഇതിൻ്റെ കൂടെ ഒന്നുകൂടെ 40 ആഡ് ചെയ്താൽ പോരെ. അപ്പോഴത്തേക്ക് എത്ര വരും? 120. ആ രീതിയിലും കണ്ടെത്താം. അപ്പം ആൻസർ ഇവിടെ 120 ആണ്, ഓപ്ഷൻ സി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 6ാമത്തെ ക്വസ്റ്റ്യൻ. A trader increases the price of an article by 10% and then allows a discount of 10%.
What is the net effect of it for the trader? Option A no profit, option B no loss, option C 1% profit, option D 1% loss. അതായത് ഇവിടെ തന്നിരിക്കുന്നത് 10% ആദ്യം ഇൻക്രീസ് ചെയ്തു, ദെൻ 10% ഡിസ്കൗണ്ട് ചെയ്തത് വിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ഓവറോൾ എഫക്റ്റ്, നെറ്റ് എഫക്റ്റ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം X% ഇൻക്രീസ് ചെയ്തു, X% തന്നെ ഡിക്രീസ് ചെയ്ത് നമ്മൾ വിൽക്കുകയാണെങ്കിൽ അവിടെ X²/100% ലോസ് ആണ്. അപ്പോൾ ഇതൊന്ന് ഓർത്തിരിക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ ഈ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടുത്തെ എക്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ 10% എന്ന് പറഞ്ഞാൽ 10 ആണ്. ഇവിടുത്തെ ഇക്വേഷൻ X²/100 എന്ന് പറയുമ്പോഴത്തേക്കും 10ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 10 × 10/100 വരും. സീറോസ് നമ്മൾ ക്യാൻസൽ ആയി നമുക്ക് എന്ത് വരും? 1% ആണ്. 1% എന്താണ്? ലോസ് ആണ് ഉണ്ടാവുക. അപ്പോൾ 1% ലോസ് ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇനി ഇക്വേഷൻ ഒന്നും അറിയാത്തവരാണെങ്കിൽ നമ്മൾ ഇത് എങ്ങനെ ചെയ്യും? ഇപ്പോൾ ഒരു സാധനത്തിന്റെ വില 100% ആണെന്ന് പറയാം. 100 rupees ആണ്, 100% ആണ്. അപ്പോൾ അതിൻ്റെ 10% വർദ്ധിപ്പിച്ചെന്ന് പറയുവാണ്. അപ്പോൾ ഇതിൻ്റെ 10% എന്ന് പറയുന്നത് എത്രയാണ്? 100ന്റെ 10% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 10 രൂപയാണ്. കാരണം 100ന്റെ ഒരു സീറോ മാറ്റിയാൽ മതി 10% കാണാൻ വേണ്ടി 10 വന്നു. അപ്പോൾ ഈ 100 ഈ 10 എന്ന് പറയുന്നത് ഈ 10% ഇൻക്രീസ് ചെയ്യുവാണ്. അതുകൊണ്ട് തന്നെ 100 + 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 110 വന്നു. ഇനി നമ്മളോട് പറഞ്ഞേക്കുന്നത് ഡിക്രീസിന്റെ കേസാണ്. അതായത് ഈ 110ന്റെ 10%. 110ന്റെ 10% എന്ന് പറഞ്ഞാൽ 110ന്റെ ഒരു സീറോ പോയി കഴിഞ്ഞാൽ ഇവിടെ 11 വരും. അപ്പോൾ ഈ 110ൽ നിന്ന് ഡിക്രീസ് എന്ന് പറയുമ്പോൾ 110ൽ നിന്ന് 11 മൈനസ് ചെയ്യണം. അപ്പോൾ നമുക്ക് എന്ത് വരും? 99 + 11 എന്ന് പറയുന്നതല്ലേ 110. ഇപ്പം ഫസ്റ്റ് എമൗണ്ട് 100 ആയിരുന്നു, ലാസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? 99. ഇവിടെ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? 1% ആണ്. 100ൽ നിന്ന് 99 ആയിട്ട് ഈ വില കുറയുവാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്? നമുക്ക് നഷ്ടമാണ് ഉണ്ടായത്. 1% ലോസ് ആണ്. 7th വൺ നോക്കാം. Find the value of 81 raised to 3/4. Option A 27, option B 9, option C 81, option D 72. അപ്പോൾ ഇവിടെ നമ്മുടെ 81 raised to 3/4 ഇതിന്റെ വാല്യൂ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോഴേ അറിയാം ഇവിടെ 81ന് പകരം നമ്മൾ എന്തെങ്കിലും വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് ആൻസർ കണ്ടെത്തേണ്ടത്. അപ്പോൾ 81 എന്ന് പറയുന്ന നമ്പറിനെ എങ്ങനെയൊക്കെ മാറ്റി എഴുതാൻ പറ്റും? അതായത് പവർ ആയിട്ട്, ഒരു നമ്പറിന്റെ പവർ ആയിട്ട് എങ്ങനെയൊക്കെ മാറ്റി എഴുതാൻ പറ്റും? 81 എന്ന് പറഞ്ഞാൽ 9 × 9 ആണ് 81. അതായത് 9ന്റെ സ്ക്വയർ ആണ്. അതുപോലെ തന്നെ 3/4 ആണ്. കാരണം 3 × 3 9, 9 × 3 27, 27 × 3 81. അപ്പോൾ 9ന്റെ സ്ക്വയർ എന്നുള്ളതും 3/4 എന്നുള്ളത് രണ്ടും നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൻസർ കണ്ടെത്താം. പക്ഷെ ഇവിടെ ഞാൻ ചൂസ് ചെയ്യുന്നത് 3/4 ആണ്. അതിന്റെ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പവർ ആയിട്ടുള്ള 3/4ന്റെ ഡിനോമിനേറ്റർ 4 ആണ്. അതുമായിട്ട് കട്ട് ചെയ്യാനുള്ള ഈസിക്ക് വേണ്ടിയാണ്. അപ്പം നമ്മൾ അങ്ങനെ ചൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു സ്റ്റെപ്പ് കുറച്ച് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. അപ്പം നമുക്ക് നോക്കാം. 81ന് പകരം 3/4 ഇടുന്നു. അപ്പം 3/4 ദ ഹോൾ റേസ് ടു. അപ്പം 81ന് പകരമാണ് 3/4 വന്നിരിക്കുന്നത്. ഈ പവർ ആയിട്ടുള്ള 3/4 വന്നു. ഇനി ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്യുന്ന റൂൾ എന്താണ്? A⁻m ദ ഹോൾ റേസ് ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പവർ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. A⁻m × n. അപ്പം 3 റേസ് ടു 4 × 3/4 എന്ന് വരും. അപ്പം 4 എന്ന് പറഞ്ഞാൽ 4/1 ആണ്. ഇത് തമ്മിൽ 4 4 കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്താണ്? 3 ഉള്ളൂ. 3/3 വരും. 3³ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത്? 27 ആണ്. ആൻസർ ഓപ്ഷൻ എ ആണ് 27. ഇനി ഇവിടെ തന്നെ നമ്മൾ 9 സ്ക്വയർ കൊടുത്ത് നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. 9² ദ ഹോൾ റേസ് ടു 3/4 എന്ന് വരും. ഇവിടെ വെച്ച് 9 റേസ് ടു ഈ 2ഉം ഇവിടുത്തെ 4 കൂടെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും 3/2 എന്നാകും. വീണ്ടും നമ്മൾ എന്താണ്? ഈ 9നെ 3² എന്ന് എഴുതി 3/2 ഇട്ടു. 2ഉം 2ഉം ക്യാൻസലായി 27 കിട്ടും. അപ്പോൾ ഓൾറെഡി ഈ ഒരു 3/4 ചൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്റ്റെപ്പ് കുറച്ച് നമുക്ക് ഈസി ആയിട്ട് ആൻസർ ഉണ്ടാക്കാം. 7th വൺ. 56 workers can do a piece of work in 14 days. How many more workers will be needed to complete the same work in 8 days? Option A 98, option B 65, option C 24, option D 42. ഇവിടെ പറയുന്നത് 56 ജോലിക്കാരെ ഒരു വർക്ക് ചെയ്യാൻ വേണ്ടി 14 ദിവസം എടുക്കുന്നു. അപ്പം 56 വർക്കേഴ്സ് 14 ദിവസം is equal to how many more workers will be needed to complete the same work in 8 days. അപ്പം അടുത്ത 8 ദിവസം കൊണ്ട് തീർക്കാൻ വേണ്ടി എത്ര വർക്കേഴ്സ് വേണമെന്നുള്ളത് ഇതിപ്പം M2 ആണ്. അതായത് M1 D1 is equal to M2 D2 എന്നുള്ള ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എത്ര വർക്കേഴ്സാണ് 8 ദിവസം കൊണ്ട് ആ ജോലി തീർക്കാൻ വേണ്ടെന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? 56 × 14 ഡിവൈഡഡ് ബൈ 8. 8 × 7 ആണ് 56, 14 × 7 98 വന്നു. അതായത് 8 ദിവസം കൊണ്ട് ആ ജോലി തീർക്കാൻ വേണ്ടി 98 ആൾക്കാർ വേണം. ഓപ്ഷനിൽ 98 ഉണ്ട്. ഓപ്ഷൻ എ നമ്മൾ മാർക്ക് ചെയ്താൽ ആൻസർ തെറ്റാണ്. അതിൻ്റെ റീസൺ ഇവിടെ ഹൗ മെനി മോർ വർക്കേഴ്സ്. ഇവിടെ ഈ ഹൗ മെനി മോർ ഇല്ല, ഹൗ മെനി വർക്കേഴ്സ് വിൽ ബി നീഡഡ് ആണെങ്കിൽ 98 മതിയായിരുന്നു.
ഇവിടെ എത്ര കൂടി ആൾക്കാർ വേണമെന്നാണ് ചോദിക്കുന്നത്. ഓൾറെഡി 56ന്റെ കൂടെ എത്ര കൂടി വേണമെന്ന് അത് കണ്ടെത്താൻ എന്ത് ചെയ്താൽ മതി? 98 മൈനസ് 56 ചെയ്താൽ മതി. ഇവിടെ നമുക്ക് ലഭിക്കുന്ന ആൻസർ 42 ആണ്. ആൻസർ ഓപ്ഷൻ ഡി ആണ് 42. 9th one, write the next number in the sequence 4, 9, 25, 49, 121 dash. ഓപ്ഷൻ എ 144, ഓപ്ഷൻ ബി 81, ഓപ്ഷൻ സി 169, ഓപ്ഷൻ ഡി 225. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഈ സീക്വൻസ് എന്ന് പറയുന്നത് 4, 9, 25, 49, 121. ഈ നമ്പേഴ്സ് കാണുമ്പോൾ ഇവയെല്ലാം തന്നെ സ്ക്വയർ നമ്പേഴ്സ് ആണ്. നമുക്ക് നോക്കാം ഏതൊക്കെ നമ്പേഴ്സിൻ്റെ ആണ്. 2 സ്ക്വയർ ആണ് 4, 3 സ്ക്വയർ ആണ് 9, 5 സ്ക്വയർ, 7 സ്ക്വയർ, 11 സ്ക്വയർ. അപ്പോൾ സ്ക്വയർ നമ്പേഴ്സ് ആണെന്ന് മനസ്സിലായി. ഏതൊക്കെ നമ്പറിൻ്റെ സ്ക്വയേഴ്സ് ആണെന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ റിലേഷൻ ഒന്ന് നോക്കാം. അപ്പം 3, 5, 7, 11 എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അത് ഒറ്റ സംഖ്യകളാണ്. അതിൻ്റെ കൂടെ 2 കൂടി ഉണ്ട്. അപ്പം 2, 3, 5, 7, 11 ഈ ഒരു കാറ്റഗറിയിൽപ്പെട്ട നമ്പർ എന്താണ്? പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പം പ്രൈം 11 കഴിഞ്ഞുള്ള പ്രൈം നമ്പർ ഏതാണെന്ന് കിട്ടിയാൽ നമുക്ക് ആൻസർ കിട്ടും. 11 കഴിഞ്ഞുള്ള പ്രൈം നമ്പർ 13 ആണ്. 13ന്റെ സ്ക്വയർ ആയിരിക്കും ആൻസർ. 13ന്റെ സ്ക്വയർ 169 ആണ്. ഓപ്ഷൻ സി ആണ് ഈ സീക്വൻസിലെ നെക്സ്റ്റ് നമ്പർ. ഇനി 11 കഴിഞ്ഞുള്ള നമ്പർ 12 ഉണ്ട്, 13 ഉണ്ട്. ഈ 12 എന്തുകൊണ്ടാണ് വരാത്തത്? 12 എന്ന് പറയുന്നത് 12 × 1 പോലെ തന്നെ 2 × 6. അതായത് പ്രൈം നമ്പർ അല്ല. 13ന്റെ കേസിൽ 13 × 1 മാത്രമേ ഉള്ളൂ. 13 1 മാത്രമേ ഫാക്ടർ ആയിട്ടുള്ളൂ. 12ന്റെ കേസിൽ 2 6 ഉണ്ട്. അതുകൊണ്ട് ഇത് പ്രൈം നമ്പർ അല്ല. 13 ഒരു പ്രൈം നമ്പർ ആണ്. ഇനി 13ന്റെ സ്ക്വയർ 13 × 13 ചെയ്ത് നോക്കുക. ഇനി 13ന്റെ സ്ക്വയർ അറിയാവുന്നവർക്ക് ഈസിയാണ്. 169. 10th ക്വസ്റ്റ്യൻ നോക്കാം. Excluding stoppages, the speed of a bus is 54 km/h and including stoppages, it is 45 km/h. For how many minutes does the bus stop per hour? Option A 9, option B 12, option C 10, option D 6. അപ്പോൾ ഇത്തിരി കൺഫ്യൂസിംഗ് ആണ്. നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്വസ്റ്റ്യനിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. എക്സ്ക്ലൂഡിംഗ് സ്റ്റോപ്പേജസ് ദി സ്പീഡ് ഓഫ് എ ബസ് ഈസ് 54 km/h. അതായത് ഒരു ബസ്സിന്റെ അതിന്റെ സ്റ്റോപ്പുകൾ കൺസിഡർ ചെയ്യാതെ ആ ബസ്സിന്റെ സ്പീഡ് 54 km/h തന്നിട്ടുണ്ട്. ഇനി അതിലെ സ്റ്റോപ്പേജസ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അതിലെ സ്റ്റോപ്പുകൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ 45 km/h ആണ് അതിന്റെ വേഗത. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫോർ ഹൗ മെനി മിനിറ്റ്സ് ഡസ് ദ ബസ് സ്റ്റോപ്പ് പെർ അവർ. അതായത് ഓരോ മണിക്കൂറിലും ആ ബസ് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ അവിടെ എടുക്കുന്ന ടൈം അത് മിനിറ്റിലാണ്. ഹൗ മെനി മിനിറ്റ്സ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഹൗ മെനി മിനിറ്റ്സ് എന്ന് ചോദിക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് ടൈമാണ് കണ്ടെത്തേണ്ടത്. അതിൻ്റെ യൂണിറ്റ് മിനിറ്റിലാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് തന്നിരിക്കുന്ന ആൻസേഴ്സ് 9 മിനിറ്റ്, 12 മിനിറ്റ് ഇതെല്ലാം തന്നെ ആൻസർ ഓപ്ഷൻ എല്ലാം തന്നെ മിനിറ്റിലാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്ക് കണ്ടെത്തേണ്ടത് ഈ ബസ് സ്റ്റോപ്പ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ എടുക്കുന്ന ടൈമാണ്. ടൈമിൻ്റെ യൂണിറ്റ് മിനിറ്റ് ആണ്. ഇതാണ് നമ്മളുടെ ഈ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ 54 km/h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് ഒരു മണിക്കൂറിൽ 54 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. 45 km/h എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മണിക്കൂറിൽ 45 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. നമുക്ക് നോക്കാം. ഈ രണ്ട് കേസിലും 1 hour ആണ് പറയുന്നത്. ഫസ്റ്റ് കേസിൽ പറയുന്നത് ഒരു മണിക്കൂറിൽ 54 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. സെക്കൻഡ് കേസിൽ 45 കിലോമീറ്റർ സഞ്ചരിക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു ഡിസ്റ്റൻസിൽ ഒരു ഡിഫറൻസ് ഉണ്ട്. എത്രയാണ്? 54 45 മൈനസ് ചെയ്താൽ 9 കിലോമീറ്റർ. അതായത് ഈ 9 കിലോമീറ്റർ ഇവിടെ സഞ്ചരിക്കാൻ പറ്റാഞ്ഞ എന്തുകൊണ്ടാണ്? ബസ് അവിടെ ആ ഒരു മണിക്കൂറിനിടയിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ 9 കിലോമീറ്റർ സഞ്ചരിക്കാൻ വേണ്ടി അത്രയും ടൈം അവിടെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പം നമുക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ 9 കിലോമീറ്റർ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് സഞ്ചരിക്കാൻ വേണ്ട ടൈമാണ് ഈ ബസ് സ്റ്റോപ്പ് ചെയ്ത് കിടന്ന ടൈം ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് കിട്ടിയത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 9 കിലോമീറ്റർ. ഈ 9 കിലോമീറ്റർ ബസ് സഞ്ചരിക്കാൻ എടുക്കുന്ന ടൈം കണ്ടെത്തിയാൽ മതി, നമ്മുടെ ആൻസർ ആവും. ഇനി നമുക്കറിയാം ഡിസ്റ്റൻസ്, സ്പീഡ്, ടൈം ഇതിൻ്റെ റിലേഷൻ അനുസരിച്ച് ടൈം കണ്ടെത്താനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ സ്പീഡാണ്. D/S ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് നമുക്ക് കിട്ടി 9 ആണ്. ഇനി നമ്മൾ ഈ ടൈം കണ്ടെത്താൻ വേണ്ടി വേണ്ടത് സ്പീഡാണ്. ഇവിടെ ഒരു കൺഫ്യൂഷൻ വരാം. കാരണം 2 സ്പീഡ് ഈ ക്വസ്റ്റ്യനിലുണ്ട്. 54 km/h ഉണ്ട്, 45 ഉണ്ട്. ഇതിൽ ഈ ബസ്സിന്റെ സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? 54 ആണ്. അതാണ് നമ്മളിവിടെ ചൂസ് ചെയ്യേണ്ടത്. അതിന്റെ റീസൺ എന്താണ്? ബസ്സിന്റെ നോർമൽ സ്പീഡ് എന്ന് പറയുന്നത് 54 km/h ആണ്. ഈ ബസ് സ്റ്റോപ്പ് ചെയ്യാൻ എടുക്കുമ്പോഴാണ് 45 ആയിട്ട് അത് കുറയുന്നത്. അപ്പം ബസ്സിന്റെ സ്പീഡ് 54 km/h ആണ് നോർമൽ സ്പീഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ചൂസ് ചെയ്യേണ്ടത് ഈ സ്പീഡാണ്. അപ്പം 9/54 ചെയ്യുക. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ കിട്ടുന്ന ടൈമാണ് ഇവിടുത്തെ ആൻസർ. നമുക്ക് നോക്കാം. 1 × 6 ആണെന്ന് 9 × 6 ആണ് 54. അപ്പം 1/6 എന്ന് കിട്ടി. അപ്പം 1/6 ആൻസർ നോക്കുവാണെങ്കിൽ ഓപ്ഷനിൽ 6 ഉണ്ട്, പക്ഷെ 1/6 ഇല്ല. അതിന്റെ റീസൺ എന്താണ്? 9 എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടെ കിലോമീറ്ററിലാണ്, 54 എന്ന് പറയുന്നത് km/h.
അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ടൈമിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും? അവർ ആയിരിക്കും. നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഹൗ മെനി മിനിറ്റ്സ് എന്ന്. അപ്പോൾ 1/6 കണ്ട് 6 മാർക്ക് ചെയ്ത ആൻസർ തെറ്റാ. കാരണം നമ്മൾ ഇത് മണിക്കൂറിലാണ്, ഇതിനെ മിനിറ്റിലേക്ക് മാറ്റണം. 1 മണിക്കൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? 60 മിനിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ 1/6 അവർ എന്നുള്ളത് നമുക്ക് എത്ര മിനിറ്റ് ആണെന്ന് കാണാൻ വേണ്ടി 1/6 × 60 ചെയ്താൽ മതി. ഇവിടെ 10 വരും, 10 മിനിറ്റ്. 10 എന്നൊരു ആൻസർ ഉണ്ടല്ലോ, ഓപ്ഷൻ സി. അപ്പോൾ ഇവിടുത്തെ ആൻസർ 10 ആണ്. അതായത് ഈ ബസ് 10 മിനിറ്റോളമാണ് ഒരു സ്റ്റോപ്പിൽ ചിലവഴിക്കുക. ഓരോ മണിക്കൂറിലും സ്റ്റോപ്പിൽ ചിലവഴിക്കുന്ന ടൈം 10 മിനിറ്റ് ആണ്. അപ്പോൾ എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇനി വരുവാണെങ്കിൽ ഇത്രയൊന്നും ചെയ്യേണ്ട കാര്യമില്ല. അതായത് ഇവിടെ നമുക്കറിയാം ഈ ഡിസ്റ്റൻസിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 9 എന്ന് കിട്ടി, 9 കിലോമീറ്റർ. അതേ ഡിവൈഡഡ് ബൈ ബസ്സിന്റെ സ്പീഡ് 54 ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ചെയ്യുമ്പോൾ നമുക്ക് ടൈം കിട്ടും. ഈ ടൈം എന്ന് പറഞ്ഞാൽ ഈ കിട്ടുന്നത് എന്താണ്? അവറിലാണ്. ഇതിനെ നമുക്ക് മിനിറ്റിലേക്ക് മാറ്റാൻ വേണ്ടി 60 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇത്രയേ ഉള്ളൂ, 9. ഈ ഒരു ഡിഫറൻസ് 9 ഡിവൈഡഡ് ബൈ ഇതിന്റെ സ്പീഡ് 54 × 60. 11th വൺ നോക്കാം. At what rate person on simple interest will ₹750 amount to ₹900 in 5 years? Options 4%, 5%, 15%, none of the above. ഇവിടെ പറഞ്ഞിരിക്കുന്നത് സിമ്പിൾ ഇൻട്രസ്റ്റിൽ റേറ്റ് ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. റേറ്റ് ആണ് കാണേണ്ടത്. ₹750 ₹900 ആയിട്ട് മാറി 5 വർഷം കൊണ്ട്. അപ്പം നമുക്ക് നോക്കാം. സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ഇക്വേഷൻ നമുക്കറിയാം, PNR = I = PNR എന്നറിയാം. ഇതിലെ പി എന്താണ്? നമ്മൾ നിക്ഷേപിച്ച തുകയാണ് 750 രൂപ. നമ്പർ ഓഫ് ഇയേഴ്സ് 5 എന്ന് പറയുന്നുണ്ട്. റേറ്റ് ആണ് കാണേണ്ടത്. റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ R/100 ആണ്. ഈക്വൽ ടു ഇനി I എന്ന് പറയുന്നത് എന്താണ്? പലിശയാണ്. അത് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് 900 എന്ന് പറയുന്നത് എമൗണ്ട് ആണ്. അതായത് 750 രൂപ 5 വർഷം കഴിഞ്ഞപ്പം 900 ആയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 750ന്റെ കൂടെ 150 കൂടെ ആഡ് ചെയ്തതല്ലേ. 900 നിന്ന് 750 മൈനസ് ചെയ്താൽ 150 കിട്ടും. അപ്പം 750 എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് ആണ്. ഈ പറയുന്ന 150 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഇൻട്രസ്റ്റ്. അതാണ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്, 150. ഇത് കിട്ടാൻ വേണ്ടി 900 മൈനസ് 750 ചെയ്താൽ മതി. ഓക്കെ, ഇനി നമുക്ക് ഇവിടുത്തെ ഇത് ക്യാൻസൽ ചെയ്ത് ആറിന്റെ വാല്യൂ കണ്ടെത്തിയാൽ മതി. അതാണ് ആൻസർ. ഈ ഒരു പോർഷൻ, ഈ ഒരു ഭാഗം തന്നെ നോക്കുവാണെങ്കിൽ 0 0 ക്യാൻസലായി 5 × 2 ആണ് 10 എന്നറിയാം. അപ്പം 75/2 × 6 ആണ് 150. 6 ആണ് നമുക്ക് കണ്ടെത്തേണ്ടത്. ഈക്വലിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ 150 ഉണ്ട്. ഇവിടെ വരുമ്പോഴത്തേക്കും 2/75 എന്ന് വരും. 75/2 എന്നുള്ളത് ഈക്വലിന്റെ റൈറ്റ് ഹാൻഡ് സൈഡിൽ വരുമ്പോൾ 2/75 വന്നു. 75 × 2 ആണ് 150. 2 × 2 4, 4%. അപ്പോൾ ഇവിടെ വെച്ച് തന്നെ നമുക്ക് കട്ട് ചെയ്യാൻ അറിയാമെങ്കിൽ എന്താണ്? 75 × 2 എന്ന് വരും. 2 × 2 4. ഓക്കെ, 4% ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടുത്തെ ആൻസർ. 12th വൺ. Replace question mark by the correct mathematical symbol to make the expression true. ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ഈ തന്നിരിക്കുന്ന എക്സ്പ്രഷനിൽ ഈ ക്വസ്റ്റ്യൻ മാർക്ക് മാറ്റി അവിടെ ഈ ഓരോ ഓപ്ഷനിലെ സിമ്പിൾസ് കൊടുക്കുക. അത് പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 45 കിട്ടുന്നുണ്ടോ നോക്കുക. അപ്പോൾ ഫസ്റ്റ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ പ്ലസ് മൈനസ് ഇൻറ്റു. നമുക്കറിയാം ബോൾമാസ് റൂൾ അനുസരിച്ച് ഇതിൽ പെർഫോം ചെയ്യുന്ന ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. 9 × 4 36 വന്നു. നെക്സ്റ്റ് 8 + 5 എത്രയാണ്? 13 വന്നു. 13 - 36. ഇവിടെ നമുക്ക് 45 ആൻസർ കിട്ടത്തില്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ എ അല്ലെന്ന് മനസ്സിലായി. സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് നോക്കാം. 8, 5, 4, 9. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇൻറ്റു മൈനസ് പ്ലസ് ആണ്. അപ്പോൾ ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ 8 × 5 40 വന്നു. -4 + 9. 40 + 9 49 ആണ്. 49 - 4 എത്ര വരും? 45. സോ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് മാക്സ് ഈസ് കോഡഡ് ആസ് PDWKV then how will you code clerk? ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മാക്സ് കോഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിൻ്റെ ആ റിലേഷൻ നോക്കി നമ്മൾ ക്ലർക്ക് കോഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ M കഴിഞ്ഞിട്ട് MNOP, A കഴിഞ്ഞിട്ട് BCD, ഇവിടെ T കഴിഞ്ഞിട്ട് UVW. അതായത് ഓരോ ലെറ്ററും കഴിഞ്ഞിട്ട് 2 ലെറ്റർ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ കോഡ് വരിക. ഈ ഒരു പാറ്റേൺ ആണ് ഇവിടെ ഫോളോ ചെയ്യേണ്ടത്. ഇവിടെ നമുക്ക് നോക്കാം. C കഴിഞ്ഞിട്ട് DE കഴിഞ്ഞ് F വരും. F ആണ് ഇവിടെ വരിക. L കഴിഞ്ഞിട്ട് NO വരും. O വന്നു. E കഴിഞ്ഞിട്ട് FGH വന്നു. ഇപ്പം തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഓപ്ഷനിൽ B ആണ്, FOHUN. ഓപ്ഷൻ B. 14ാമത്തെ ക്വസ്റ്റ്യൻ. ടുഡേ ഈസ് സാറ്റർഡേ. ആഫ്റ്റർ 68 days ഇറ്റ് വിൽ ബി. ഓപ്ഷൻ എ സൺഡേ, ഓപ്ഷൻ ബി സാറ്റർഡേ, ഓപ്ഷൻ സി തേഴ്സ്ഡേ, ഓപ്ഷൻ ഡി മൺഡേ. നമുക്കറിയാം ആഴ്ചയിൽ 7 ദിവസമാണ്. നമ്മളിങ്ങനെ വരുമ്പോഴത്തേക്കും ഈ 68നെ എന്താണ് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 9 × 7 63 ആണ്. റിമൈൻഡർ 5 വന്നു.
അതായത് 63 കഴിഞ്ഞതിന് ശേഷം 1 2 3 4 5. അപ്പോൾ ഈ 63 ഡേ എന്ന് പറയുന്നത് എന്തായിരിക്കും? ടുഡേ ഈ സാറ്റർഡേ എന്ന് പറഞ്ഞു വന്നിരിക്കുന്ന 63 എന്ന് പറയുന്നതും സാറ്റർഡേ ആണ്. അത് കഴിഞ്ഞ് റിമൈൻഡർ നമുക്ക് കിട്ടിയത് 5 ആണ്. സാറ്റർഡേ കഴിഞ്ഞിട്ട് സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ. ഓപ്ഷൻ സി ആണ് ആൻസർ. ഇത് നോക്കാം. ഇഫ് റിഫ്ലക്ഷൻ ഓഫ് എ ക്ലോക്ക് ഇൻ മിറർ ഷോസ് ടൈം ആസ് 10:20, ഫൈൻഡ് ആക്ച്വൽ ടൈം. ഓപ്ഷൻ എ 350, ഓപ്ഷൻ ബി 140, ഓപ്ഷൻ സി 240, ഓപ്ഷൻ ഡി 145. ഇവിടെ മിറർ ഇമേജിലെ ടൈം തന്നിട്ടുണ്ട് 10:20. ഇനി നമുക്ക് ആക്ച്വൽ ടൈമാണ് കണ്ടെത്തേണ്ടത്. ഈ ഒരു കേസിൽ നമുക്കറിയാം ഒന്നുകിൽ 11:60 അല്ലെങ്കിൽ 23:60 നിന്നാണ് മൈനസ് ചെയ്യേണ്ടത്. 23:60 ചൂസ് ചെയ്യുന്നത് എപ്പോഴാണ്? 11-നും 1-നും ഇടയിലുള്ള ടൈം വരുമ്പോൾ. ഇവിടുത്തെ ടൈം 10:20 ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ 11:60 നിന്ന് ഈ 10:20 മൈനസ് ചെയ്യുക. 16 20 മൈനസ് ചെയ്ത 40 ആണ്. 11 10 മൈനസ് ചെയ്ത 1 വന്നു, 140. ഓപ്ഷൻ ബി ആണ് ആൻസർ. 16th വൺ നോക്കാം. ഫൈൻഡ് ഔട്ട് ദ ഓഡ് വൺ. ഓപ്ഷൻ എ 17, ഓപ്ഷൻ ബി 27, ഓപ്ഷൻ സി 37, ഓപ്ഷൻ ഡി 47. അപ്പം 17, 27, 37, 47 കൂട്ടത്തിൽ പെടാത്തത് ഏതെന്നാണ് ചോദിക്കുക. അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുമ്പോൾ അറിയാം പ്രൈം നമ്പറിന്റെ കേസ് ആയിരിക്കും. ഇവിടെ 17-ന് 17 1 ആണ്, 37-ന്റെ കേസിൽ 37 1 ആണ് ഫാക്ടേഴ്സ്, 47-ന്റെ കേസിൽ 1 47 എന്നുള്ള ആ നമ്പറുമാണ്. പക്ഷെ 27-ന്റെ കേസ് നമുക്കറിയാം 27 ഒന്നും അല്ലാതെ 9 × 3 27 ആണ്. അപ്പം 1 27 3 9 ഇവയെല്ലാം ഫാക്ടർ ആയതുകൊണ്ട് 27 എന്ന് പറയുന്ന ഒരു പ്രൈം നമ്പർ അല്ല. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ആണ് ആൻസർ. 17th വൺ. വാട്ട് വുഡ് ബി ദ നെക്സ്റ്റ് ടേം ഇൻ ദ സീരീസ് EDC HGF KGI? ഓപ്ഷൻ എ MNO, ഓപ്ഷൻ ബി LMN, ഓപ്ഷൻ സി UVT, ഓപ്ഷൻ ഡി NML. അപ്പോൾ നമുക്ക് ഇതിന്റെ റിലേഷൻ നോക്കാം. അപ്പം ABCDയുടെ ആ ഒരു കേസ് നോക്കുകയാണെങ്കിൽ എയും ബിയും ഇല്ല, CDE FGH IJK LMN. അതായത് എന്താണ്? 3 ലെറ്റേഴ്സ് അടുപ്പിച്ച് വരുന്ന 3 ലെറ്റേഴ്സ് ആണ് നേരെ തിരിച്ചെഴുതിയിരിക്കുകയാണ്. അപ്പം IJK കഴിഞ്ഞിട്ട് K കഴിഞ്ഞ് വരുന്നത് L ആണ്, LMN. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ആൻസർ. 18th വൺ. A man walks 30 meters towards north. He then turns left and walks 40 meters. He again turns left and walks 30 meters. Further, he moves 20 meters after turning to the right. How far is he from his original position? Option A 60, option B 30, option C 40, option D 70 meters. അപ്പം നമുക്ക് ഡിറക്ഷൻസ് അറിയാം, നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. നമുക്ക് ഫസ്റ്റ് ആ ഒരു ഫിഗർ വരയ്ക്കാം. ഫിഗർ വരയ്ക്കുന്നത് കറക്റ്റ് ആവുകയാണെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആൻസർ കണ്ടെത്താം. അപ്പോൾ ഫസ്റ്റ് ഒരു മനുഷ്യൻ 30 മീറ്റർ ടുവേർഡ്സ് നോർത്തിലേക്ക് പോയെന്നാണ് പറയുന്നത്. നോർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിറക്ഷനാണ്. അപ്പോൾ ഇവിടെ നിന്ന് നോർത്തിലേക്ക് 30 മീറ്റർ. അപ്പോൾ ഇവിടെ വന്ന് നിൽക്കുവാണ്. ഹി ദെൻ ടേൺസ് ലെഫ്റ്റ്. അതായത് ഈ ഒരു ഡയറക്ഷനിൽ നിൽക്കുന്ന ആടെ റൈറ്റ് ഇതും ലെഫ്റ്റ് ഇതുമാണ്, ലെഫ്റ്റിലേക്കാണ് മൂവ് ചെയ്തതെന്ന് പറഞ്ഞു 40 മീറ്റർ. ഈ ഒരു ഡയറക്ഷനിൽ നിൽക്കുവാണ്. ഹി അഗെയിൻ ടേൺസ് ലെഫ്റ്റ്. അതായത് ഇപ്പം ഈ ഒരു ഡിറക്ഷനിലാണ്, ഇവിടെ നിന്ന് ലെഫ്റ്റ് എന്ന് പറയുമ്പം ഈ ഒരു ഭാഗത്തേക്ക് വരും. ഇങ്ങനെ നിൽക്കുന്ന ആടെ റൈറ്റ് ഇത് ലെഫ്റ്റ് ഇത് ഈ ഒരു ഡയറക്ഷനിൽ വന്നു, ഇങ്ങോട്ട് 30 മീറ്റർ. അപ്പം 30 മീറ്റർ കറക്റ്റ് ഇവിടെ വരും. ഫർദർ ഹി മൂവ്സ് 20 meters ആഫ്റ്റർ ടേണിംഗ് ടു ദ റൈറ്റ്. അപ്പം ഈ ഒരു ഡയറക്ഷനിൽ നിൽക്കുന്ന റൈറ്റ് എന്ന് പറയുന്നതാണ് ഇങ്ങോട്ട് 20 മീറ്റർ. ഇതാണ് അയാളുടെ ലാസ്റ്റ് പോയിന്റ്, എൻഡ് ചെയ്തിരിക്കുന്ന പോയിന്റ് ഇതാണ്. സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇതായിരുന്നു. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഹൗ ഫാർ ഈസ് ഹി ഫ്രം ഹിസ് ഒറിജിനൽ പൊസിഷൻ. ആദ്യത്തെ ആ പൊസിഷനിൽ ഇവിടുള്ള ഡിസ്റ്റൻസ് ഇതാണ് ടോട്ടൽ ഡിസ്റ്റൻസ്. ഇത്രയും ഡിസ്റ്റൻസ് ഏതാണ്? 40 ആണ്. ഇത് 20 ആണെങ്കിൽ 40 + 20, 40 + 20 എത്രയാണ്? 60. ഓപ്ഷൻ എ ആണ് ആൻസർ, 60 meters. 19th one. A is brother of B, C is sister of D, B is son of C. How is A related to C? Options: father, sister, brother, son. നമുക്ക് നോക്കാം. ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന A is brother of B. അതായത് ബിയുടെ ബ്രദർ ആണ് എ. ഇവിടെ ബ്രദർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവര് A is brother of B. C is sister of D. C എന്ന് പറയുന്നത് ഡിയുടെ സിസ്റ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ബി ഈസ് സൺ ഓഫ് സി. അതായത് ബി എന്ന് പറയുന്നത് സിയുടെ സൺ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പം ബി എന്ന് പറയുന്നത് സിയുടെ സൺ എന്ന് പറയുമ്പോഴത്തേക്കും സി ആരാണ്? ഇതിന്റെ മദർ, ബിയുടെ മദർ ആണ്. കാരണം ഡിയുടെ സിസ്റ്റർ എന്ന് പറയുമ്പോൾ അതൊരു പെണ്ണാന്ന് മനസ്സിലായി. ഇനി ഇവിടെ സിയുടെ സൺ ആണെന്ന് പറയുമ്പോഴത്തേക്കും ഇത് അച്ഛനാണോ അമ്മയാണെന്നുള്ള കാര്യത്തിൽ കിട്ടി, അമ്മയാണ്, മദർ ആണ്. അപ്പം ബി എന്നുള്ളത് നമുക്കറിയാം ബിയും എയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? ഇവര് തമ്മിൽ ബ്രദേഴ്സ് ആണ്. ഹൗ ഈസ് എ റിലേറ്റഡ് ടു സി? എയും സിയും തമ്മിലുള്ള റിലേഷൻ എന്താണ്? എ എന്ന് പറയുന്ന എയുടെ അമ്മയാണ് സി, അല്ലെ സിയുടെ മകനാണ് എ എന്ന് പറയാം.
അപ്പോൾ ഓപ്ഷൻ എന്തായിരിക്കും? ഫാദർ, സിസ്റ്റർ, ബ്രദർ, സണ്ണിനകത്ത് ഓപ്ഷൻ ഡി ആണ് സൺ. ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ 20th വൺ നോക്കാം. അപ്പോൾ ഈ ഒരു എക്സാമിൽ നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഒരു ബസ്സിന്റെ സ്റ്റോപ്പ് ഉൾപ്പെട്ട ആ ഒരു ക്വസ്റ്റ്യൻ ഇത്തിരി കൺഫ്യൂസിങ് ആയ പോലെ തന്നെ ചിലർക്കെങ്കിലും ഇത്തിരി കൺഫ്യൂഷൻ വരാം അല്ലെങ്കിൽ തെറ്റാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. നമുക്ക് നോക്കാം. How many P's are there in the following series which are not followed by a vowel? Options 5, 4, 3, 2. അതായത് ഈ ഒരു സീരീസിനകത്ത് പി എന്ന ലെറ്റർ ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ അവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു സീരീസിനകത്ത് പീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 1, 2, 3, 4, 5, 6. 6 പി ഉണ്ട്. ഇനി ഇതിനകത്ത് തന്നെ വിച്ച് ആർ ദിസ് പീസ് ആർ നോട്ട് ഫോളോഡ് ബൈ എ വവൽ എന്ന് പറയുന്നത്. വവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെ ലെറ്റേഴ്സ് വരും? എ, ഇ, ഐ, ഒ, യു. ഈ ലെറ്റേഴ്സ് ആണ് വരാൻ പാടില്ലാത്തത്. ഇവിടെ നമുക്ക് നോക്കാം. ഫസ്റ്റ് പി എന്നൊരു ലെറ്ററിന്റെ മുന്നിലും പുറകിലും എന്താണ്? എയും ഇയും. 2 ലെറ്ററും എന്താണ്? വോവൽസിൽ പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ബാക്കി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് അറിയേണ്ട. ഇവിടെ നമുക്കിത് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. സെക്കൻഡ് കേസിൽ നോക്കിയാൽ ഈ പിയുടെ മുന്നിലും പുറകിലും 6 വെന്നും വോവൽ സൗണ്ട് അല്ല. അതുകൊണ്ട് തന്നെ നമ്മളിത് കൺസിഡർ ചെയ്തു 1. ഇനി അടുത്തത് പിയുടെ മുന്നിലും പിന്നിലും ഉള്ളത് ഒയും യു ആണ്. ഒയും വോവൽസ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. തേർഡ് വൺ നോക്കാം. വൈയും ഇസഡും ആണുള്ളത്. വൈ ഇസഡും വോവൽസ് അല്ല. അതുകൊണ്ട് തന്നെ ഇത് കൺസിഡർ ചെയ്തു സെക്കൻഡ് പി. തേർഡ് വൺ ഇയും ആറും. ഈ കേസിൽ നോക്കിയേ, മുന്നിൽ ഇ എന്ന് പറയുന്നൊരു വോവൽ സൗണ്ട് ആണ്, പിന്നിൽ കിടക്കുന്നത് ആറാണ്. ഇത് നമുക്കൊരു കൺഫ്യൂസിങ് കേസാണ്. ലാസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പിയുടെ മുന്നിലും പുറകിലും എല്ലും സിയും വോവൽസ് അല്ല. അതുകൊണ്ട് ഇത് നമ്മൾ കൺസിഡർ ചെയ്യും 3. 1, 2, 3 പീസ് കിട്ടി. ഇനി 3 ആണോ 4 ആണോ എന്നുള്ളതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു കൺഫ്യൂഷൻ. അപ്പോൾ ഇവിടെ നോക്കാം. പി കഴിഞ്ഞതിന് ശേഷം പിക്ക് മുമ്പിൽ ഇ, അതിന് ശേഷം 6. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്താണ്? പീസ് വിച്ച് ആർ നോട്ട് ഫോളോഡ് ബൈ എ വവൽ. അതായത് പി എന്ന ലെറ്റർ നോട്ട് ഫോളോഡ് ബൈ എ വവൽ എന്ന് പറഞ്ഞാൽ പി കഴിഞ്ഞിട്ടൊരു വവൽ ലെറ്റർ വരാൻ പാടില്ല. ഈ കേസാണ് നമ്മൾ ഒമിറ്റ് ചെയ്യേണ്ടത്. ഇവിടെ എന്താണ്? പിക്ക് മുമ്പിലാണ് ഇ എന്ന് പറഞ്ഞ വവൽ ലെറ്റർ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഇത് 4th വൺ. ഇവിടുത്തെ ആൻസർ 4 ആണ്. ഓപ്ഷൻ ബി ആണ്. ഇവിടെ ചിലർക്ക് കൺഫ്യൂഷൻ വരിക പിക്ക് മുന്നിലാണോ പുറകിലാണോ വവൽ സൗണ്ട് വരണ്ടെന്നുള്ളതാണ് വരിക. ഇവിടെ നമുക്ക് പറയാൻ പറ്റും ഇ ഈസ് ഫോളോഡ് ബൈ പി എന്ന്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് പിക്ക് ശേഷം വവൽ സൗണ്ട് വരരുതെന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് കൺസിഡർ ചെയ്തു. ഇവിടുത്തെ ആൻസർ 4 ആണ്. അപ്പോൾ ഇന്ന് എഴുതിയ ക്വസ്റ്റ്യൻസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ക്വസ്റ്റ്യൻസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.